ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എന്താ ചോറൂണിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞിന് ചോറൂണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ നടയിലെത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ കാല് കഴുകണം അവിടുത്തെ പുഴയിൽ. അത് സൈഡിൽ ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പേൽ നിന്നിട്ടാണ് കാല് കഴുകേണ്ടത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 7:30 തൊട്ട് വൈകുന്നേരം 4 മണി വരെ നമുക്ക് ചോറൂണ് കൊടുക്കാനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പം 3 പേരെ മാത്രമേ അതിൻ്റെ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ ഏട്ടൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്പലത്തിൻ്റെ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് കയറിയിരിക്കുകയാണ്. കുഞ്ഞിനെ മടിയിലിരുത്തി ആദ്യം തിരുമേനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നടുക്കത്തെ വിരൽ വെച്ചാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത്, അതായത് പായസം കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പറശ്ശിനിക്കടവ് വരുന്നത്. ഏട്ടൻ്റെ അമ്മയൊക്കെ ഇതിന് മുമ്പെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ തലേന്ന് പറശ്ശിനിക്കടവ് എത്തുന്നത് വരെ നല്ല മഴയായിരുന്നു. അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം അമ്പലത്തിലോട്ട് വരുന്ന സമയത്ത് ഒന്ന് മഴ തോർന്ന്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷവും തൊട്ട് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പുഴ തന്നെ നല്ല ഒഴുക്കാണ്. നല്ല ഒഴുക്കെന്ന് വെച്ചാൽ അതുപോലെ നല്ല മഴയായിരുന്നു അവിടെയൊക്കെ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സമാധാനമാണ് അവിടെ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് കേട്ടോ. അങ്ങനെ ഏട്ടൻ കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷം ഞാനാണ് രണ്ടാമത് കയറിയത്. ഞാനിങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. കാരണം തിരുമേനി പറഞ്ഞത് എനിക്ക് ആദ്യം മനസ്സിലായില്ല. നടുക്കത്തെ വിരൽ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതാണ് ഞാനിങ്ങനെ കൺഫ്യൂഷനിൽ നിന്നത്. അത് കഴിഞ്ഞ് ഏട്ടൻ്റെ അമ്മയും കൂടെ കുഞ്ഞിന് ചോറ് കൊടുത്ത്. പിന്നെ എൻ്റെ പപ്പ വെളിയിലിരുന്നാണ് കൊച്ചിന് ചോറ് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ 3 പേർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് കയറി നിന്ന് ചോറ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ മധുരമുള്ള പായസം നല്ല രീതിയിൽ നുകരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ കുറച്ചാണ് കൊടുത്തത്. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ ചിലപ്പം ഛർദ്ദിച്ചാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഞങ്ങൾ നിന്ന് കേട്ടോ. അപ്പോഴത്തേക്കിന് രാവിലത്തെ കാപ്പിയാണെന്ന് തോന്നുന്നു ഈ പയർ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തുമായിട്ട് നമുക്ക് തരും കേട്ടോ. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പുഴയുടെ വൈബ് ആസ്വദിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. നല്ല ഒഴുക്കായിരുന്നു. കുറച്ച് നേരം മഴ തോന്നുന്നു നിൽപ്പുണ്ടായിരുന്നു. ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബോട്ടിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് 2 മണിക്കൂർ എടുക്കും, ഒരാൾക്ക് 80 രൂപയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ 2 മണിക്കൂർ എടുക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾ റൂം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് 12 മണിയാകുമ്പോഴത്തേക്കിനും വെക്കേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ താമസിച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ബോട്ടിങ്ങിൽ കയറാഞ്ഞത്. പിന്നെ അതുവഴിയൊക്കെ ഇങ്ങനെ നടന്ന് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നല്ലൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അവിടുന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് 200 രൂപയും അത് ഫ്രെയിം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 300 രൂപയും കൂടെ ചേർത്ത് 500 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അത് കുറച്ച് എമൗണ്ട് കൂടുതലല്ലേ എന്നെനിക്കൊരു ഇല്ല കേട്ടോ. അവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ മാത്രമേ നമ്മൾ ഫ്രെയിം ചെയ്യിപ്പിച്ചുള്ളൂ. ബാക്കി ഫോട്ടോസൊക്കെ നമ്മുടെ ഫോണിലാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ ഞാനിവിടെ കാണിക്കാം. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അമ്പലത്തിലെ അന്നദാനവും കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്